ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളുടെ പരലോകം പരാജയപ്പെടുന്നുവെങ്കിൽ അയാളെ തിരിച്ചറിയാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 4 അടയാളങ്ങൾ പരിശോധിച്ചാൽ മതി. അള്ളാഹു പരലോകം രക്ഷപ്പെടുന്നവരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. മിൻഹാജുൽ മുത്തഅല്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കുറിക്കപ്പെടുന്നുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അലാമത്തു ശഖാവത്തി അർബഅ, ഒരാളുടെ പരലോകം പരാജയപ്പെടുന്നുവെങ്കിൽ അത് തിരിച്ചറിയാനുള്ള 4 അടയാളങ്ങളുണ്ട് അത്രേ. ഒന്നാമത്തത് നിസ്യാനു ദുനൂബിൽ മാദിയ, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ മറന്നു പോവും അവൻ. നമുക്കൊക്കെ ആ അവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. തെറ്റുകൾ മറന്നു പോകുന്ന മനസ്സ് പരാജയത്തിന്റെ അടയാളമാണ്. എന്നാൽ വസ്തുത എന്താണ്? വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള, നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ തെറ്റൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സൂക്ഷിക്കപ്പെടുന്നതും കൃത്യമായ രേഖയുള്ളതുമാണ്. പരാജയത്തിന്റെ രണ്ടാമത്തെ അടയാളം ദിക്റുൽ ഹസനാത്തിൽ മാദിയ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മയൊക്കെ ഓർമ്മയുണ്ടാവും. എന്നാൽ വസ്തുത എന്താണ്? വലാ എതിരിയ കുബിലത്ത് അമൃദ്ധത്ത്, ഇവന് ഓർമ്മയുള്ള നന്മയൊക്കെ ഉണ്ടല്ലോ, നാളെ അവിടെ ചെന്നാൽ കണ്ടുകൊള്ളണമെന്നില്ല. ആ നന്മ സ്വീകരിച്ചിട്ടുണ്ടോ അതല്ലാതെ തള്ളപ്പെട്ടുവോ എന്ന വിഷയത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല. എന്നാലും നമ്മൾ ചെയ്തു പോയ നന്മകളൊക്കെ ഓർത്തു വെക്കുക, ഇത് പരാജയത്തിന്റെ ഒരു അടയാളമാണ്. മഹാന്മാർക്ക് 2 സ്വഭാവവുമില്ല. മൂന്നാമത്തെ അടയാളം, ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മെക്കാളും വലിയ ആളിലേക്ക് നമ്മൾ നോക്കും. അന്നദുറു ഇലാമൻ ഫൗഖഹു ഫിദ് ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മെക്കാളും വലിയ ആളിലേക്ക് നമ്മൾ നോക്കും. ഓ, അവനെപ്പോലെ ഇനി എങ്ങനെയാവാം, അതായത് ദുനിയാവിന്റെ വിഷയത്തിൽ. നാലാമത്തെ അടയാളം, ആഖിറത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ നമ്മെക്കാളും താഴെയുള്ള ആളെ നമ്മൾ നോക്കും. അവനേക്കാളും ഭേദമാണ് ഞാൻ എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ വരും. ഇങ്ങനെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ 4 അടയാളങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെയും നമ്മളുടെ അമലുകളുടെയും റിസൾട്ടാണ്. നമ്മൾ നാളെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നത് തിരിച്ചറിയാൻ ഈ 4 അടയാളങ്ങൾ പരിശോധിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തുടർന്ന് ചെയ്യാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ സദാ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. അള്ളാഹു ആദരിച്ച വിഭാഗമാണല്ലോ മനുഷ്യർ. നമ്മുടെ ഇടയിൽ ഈ കോവിഡ് വന്നിട്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ആള് കുറച്ചുകൂടി ജീവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് കോവിഡിന്റെ പ്രതിസന്ധിയിൽ അയാൾ ആ രോഗത്തിന് പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ മരിച്ചു പോകുന്ന അവസ്ഥയും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ മരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുകയും എന്നിട്ടും നമ്മുടെ മനസ്സിനൊരു കുലുക്കവും വരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സൊന്ന് അലിയണം. നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കണം. അതിലേക്ക് പ്രചോദനകരമാകാവുന്ന 1-2 കുറിപ്പുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ളവരുടെയൊക്കെ മനസ്സിലുള്ളത് ഞാൻ ഒരുപാട് നന്നായിട്ടുണ്ടെന്ന്. തെറ്റ് പറ്റിയവർ വിചാരിക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും നന്നാവൂല എന്ന. ഇത് രണ്ടും ശരിയല്ല. നന്മയുള്ളവൻ ഞാൻ ഒരുപാട് നന്നായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതും തെറ്റ് ചെയ്തവൻ ഇനി ഞാൻ ഒരിക്കലും നന്നാവൂല എന്ന് ചിന്തിക്കുന്നതും രണ്ടും അപകടത്തിലേക്കാണ്. ഈ 2 കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൃത്യമായി ഇടപെടുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നന്നാവൂല എന്ന വിചാരത്തോടു കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ നന്നാവൂല. നന്നാവണമെങ്കിൽ നമുക്ക് ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു എത്തിച്ചു തരും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. അതിന് പണം കയ്യിലുണ്ടായിക്കൊള്ളണമെന്നില്ല. പണം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ട്. ആഗ്രഹമുണ്ടോ ഹജ്ജ് ചെയ്യാൻ പറ്റും. നന്നാവണോ ആഗ്രഹിച്ചാൽ മതി, നന്നാക്കി തരല്ല അള്ളാഹുവിന്റെ പണി. ആഗ്രഹിക്കുക, ആഗ്രഹത്തിനനുസരിച്ച് ആ ആഗ്രഹത്തോട് നീതി പുലർത്തുന്ന ശ്രമം ഉണ്ടായിരിക്കും. ഹിദായത്തിനെ ആഗ്രഹിക്കുക എന്നത് ഖുർആൻ നമ്മെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഹിദായത്ത് ചോദിക്കുക എന്നത് ഹദീസുകളിലും പ്രവാചക ചര്യയിലും സഹാബികളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹിദായത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥനയാണ് മനുഷ്യ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള പ്രാർത്ഥന എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു.
ദിവസവും ഹിദായത്ത് ചോദിക്കുക എന്ന പ്രാർത്ഥന 17 വട്ടം അനിഷേധ്യമായി നമ്മുടെ കർമ്മങ്ങളിലൂടെ നടന്നു പോകുന്നുണ്ട്. ഉദാഹരണം നിസ്കാരം. അപ്പോൾ നമ്മൾ നന്നാവണമെങ്കിൽ ഹിദായത്തിനെ ആഗ്രഹിക്കുക, നിരാശ വെടിയുക. നിരാശ അപകടത്തിലേക്കാണ് പോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഈ വസ്തുത സൂചിപ്പിക്കുന്ന ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. സൂറത്ത് മറിയമിന്റെ 75-76 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ കാന ഫിൽ ളലാലതി فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. വിശദീകരിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ പറയാം. അങ്ങ് പറയൂ നബിയേ, അങ്ങ് പ്രഖ്യാപിക്ക പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയാം, മാ കാന ഫിൽ ളലാലതി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ. ഒരാൾ ഒരു തെറ്റിലാണ് എങ്കിൽ, ഒരാൾ ഒരു വഴികേടി തരത്തിലാണ് എങ്കിൽ, അവന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ഒരിക്കലും നന്നാവൂല എന്ന വിചാരമാണ് എങ്കിൽ, അതിൽ നിന്നും അവൻ കയറി വരാൻ പ്രയാസമായിരിക്കും. ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ. അല്ലാഹു ദീർഘകാലം ആ തെറ്റിലായി അവൻ കഴിയാനുള്ള വഴി വെച്ചു കൊടുക്കണം. കാരണം അവന്റെ മനസ്സിലെന്താ, ഇതിന്ന് ഞാനങ്ങും പോരൂല, ഈ തെറ്റ് എന്നോട് കൂടെയുണ്ട് ഈ തെറ്റ്. ഉദാഹരണം മദ്യപാനം, ഞാൻ നന്നാവൂല. ആ ചിന്തയുള്ള മനുഷ്യനെ അല്ലാഹു ആ ചിന്തയിലായി ദൈർഘ്യമാക്കി വെക്കുമെന്ന് ഖുർആൻ. ആ ചിന്തയുള്ള മനുഷ്യനെ അല്ലാഹു ആ ചിന്തയിലായി ദീർഘകാലം നിർത്തും. ചിലപ്പോൾ അവൻ ആ അവസ്ഥയിൽ മരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി കണ്ടോ, അടുത്ത ആയത്തിൽ നന്മ ആഗ്രഹിക്കുന്നു, ഹിദായത്ത് ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് നൽകുമെന്ന് ഖുർആൻ. വയസീദുല്ലാഹുല്ലദീന ഇഹ്തദൗ ഹുദാ. നന്മ ആഗ്രഹിക്കുന്ന, ഹിദായത്ത് ആഗ്രഹിക്കുന്ന, എനിക്ക് നന്നാവണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹുവേ, എനിക്ക് നന്നാവണം തമ്പുരാനെ. ഉത്കടമായ ആഗ്രഹം അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് നന്നാവാനുള്ള വഴികൾ അല്ലാഹു നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു തരും. പടച്ച റബ്ബേ, എനിക്ക് നിന്റെ സ്വർഗം വേണമല്ലാ. ഉള്ളിൽ ഉത്കടമായ ആഗ്രഹമുണ്ടോ, സ്വർഗത്തിലേക്ക് വഴിതെളിക്കുന്ന കാര്യകാരണങ്ങളെ അല്ലാഹു മുന്നിൽ കൊണ്ടുവന്നു തരും. പടച്ച റബ്ബേ, എനിക്ക് നിന്റെ നരകം പേടിയാണ്, നരക വിചാരം മനസ്സിൽ വന്നിട്ടുണ്ടോ, എന്നാൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകാനുള്ള കാര്യകാരണങ്ങൾ മുന്നിൽ വരുമ്പോൾ ഒരു ഭയപ്പാടും അതിനെക്കുറിച്ച് കരുതിയിരിക്കാനുള്ള ശേഷിയും അല്ലാഹു ആ മനുഷ്യന് നൽകുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ടാവണം. നന്നാവണമെങ്കിൽ നന്നാവണമെന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഒരാൾ ചീത്തയായോടത്തുനിന്ന് കര കയറണമെങ്കിൽ അവൻ കര കയറണമെന്ന് ആഗ്രഹിക്കണം. അള്ളാഹു നന്മ മനസ്സിലുള്ള മനുഷ്യരെ ആരെയും വെറുതെ ആക്കൂല. നന്നാവണം എന്നുള്ള ഉള്ളിലിരിപ്പുണ്ടെങ്കിൽ, നന്നാവണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ അവരാരെയും അള്ളാഹു വെറുതെ വിടുക. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന. എനിക്ക് നന്നാവണം, ഇപ്പൊ ഇത്രയും നന്നായേ പോരാ, ഇനിയും നന്നാവണം എനിക്ക്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആ ചിന്താഗതി ഒരു പ്രകാശമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് ആ ചിന്താഗതി ഒരു പ്രകാശമാണ്. ഞാൻ നന്നായിട്ടില്ല, ഇനിയും നന്നാവണം എനിക്ക്. നിലവിൽ നല്ലതാണ് കേട്ടോ, എന്നാലും പിന്നെ ആഗ്രഹിക്കും. പടച്ച റബ്ബേ, ഞാൻ ഒന്നുമല്ല, എനിക്ക് എന്തെങ്കിലും ഒന്നാവണം. അല്ലാഹുവേ, മഹാന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെയും എത്തിയിട്ടില്ല, എനിക്ക് ഒന്നുകൂടി നന്നാവണം. അതല്ലേ എല്ലാ ദിവസവും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പറയുന്നത്. ഇന്നലെ പറഞ്ഞത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, നിലവിൽ ഇപ്പോൾ മൂപ്പര് നന്നായിട്ടുണ്ടെന്നാ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഹിദായത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നാലും പിന്നെയും പിറ്റേന്ന് ചോദിക്കുക, കൂടുതൽ ചോദിച്ച് കൂടുതൽ നന്നാവാ.
ഇങ്ങനെ നന്നാവണമെന്ന് ഇപ്പോൾ നന്നായതിനേക്കാളും പിന്നെ നന്നാവണമെന്ന് ആഗ്രഹിക്കുക എന്നത് ഒരു പ്രകാശമാണ്. റബ്ബ് ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു പ്രകാശമാണ്. ആ ആഗ്രഹമുള്ള മനസ്സിൽ അള്ളാഹു, നന്നാവാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ അള്ളാഹു ഹിദായത്തിന്റെ പ്രകാശം എത്തിക്കുക. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ-ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ-ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. സൂറത്തുൽ സുമറിൽ ഈ ആയത്ത് കാണാം. അപ്പോൾ അങ്ങനെ നന്നാവണമെന്ന് മനസ്സുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ അള്ളാഹു ഒരു പ്രകാശം കൊടുക്കുക. അവൻ എവിടെ പോയാലും മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കും. അവന്റെ ചുറ്റുവട്ടത്തിൽ ആ പ്രകാശം എത്തിക്കാൻ അവൻ ആഗ്രഹിക്കും, ശ്രമിക്കും. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. ഞാൻ നന്നായ പോരാ, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട സ്വർഗം. എന്റെ കൂടെ ജീവിക്കുന്നവരും നന്നാവണം, അവർക്കും കിട്ടണം ആ സ്വർഗം. അങ്ങനെ ആഗ്രഹിക്കുന്ന നന്മ പടച്ചോനെ നല്ലൊരു മനുഷ്യന്റെ ക്വാളിറ്റി ആയി പറയുന്നത്. നന്നായവൻ ഇങ്ങനെയാ, താൻ മാത്രം നന്നായാൽ പോരാ, താനിപ്പോൾ നന്നായ അത്രയും നന്നായാൽ പോരാ, ഇനിയും നന്നാവണം, തന്റെ കൂടെയുള്ളവരെ ഒക്കെ നന്നാക്കണം. ഇതാ മനസ്സിലായത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരുമാറാവട്ടെ. ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം ഇമാ തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ തകൂനൂ ഇമ്മഅതൻ തഖൂലൂന ഇൻ അഹ്സനൻ നാസ് അഹ്സന്നാ വഇൻ ളലമൂ ളലംനാ വലാകിൻ വത്തിനൂ അൻഫുസകും ഇൻ അഹ്സനൻ നാസ് ഔ തുഹ്സിനൂ വഇൻ അസാഉ ഫലാ തളിമൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടുത്താനേ ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്. റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തകൂനൂ ഇമ്മാ, നിങ്ങൾ അനുകരിക്കുന്നവരാവല്ലേ, സ്വയം ഒരു തീരുമാനമുള്ളവരാവണം, സ്വയം ഒരു നയമുള്ളവരാവണം. അനുകരിക്കല്ലേ. എന്താ അനുകരിക്കല്ലേ ഈ വാക്ക്? സ്വഹാബികൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് വിശദീകരിച്ചു. എന്താ ഈ അനുകരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ അങ്ങനെ ആവല്ലേ. എന്താ ഈ പറഞ്ഞതിനർത്ഥം? അവിടുന്ന് തന്നെ പറഞ്ഞു, തഖൂലൂന ഇൻ അഹ്സനൻ നാസ് അഹ്സന്നാ, ജനങ്ങൾ ഇങ്ങോട്ട് നല്ലത് ചെയ്താൽ മാത്രമേ ഞാൻ അങ്ങോട്ട് ചെയ്യൂ. എന്റെ മോളുടെ കല്യാണത്തിന് അവൻ സഹകരിച്ചില്ല, അവൻ സഹകരിച്ചാലേ ഞാൻ സഹകരിക്കുള്ളൂ. ഇപ്പൊ അല്ലാതെ സഹകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് ചെയ്താൽ മാത്രം നല്ല കാര്യം അങ്ങോട്ട് ചെയ്യൂ എന്ന തീരുമാനം നിങ്ങൾ എടുക്കല്ലേ. ജനങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചു, അതിന്റെ പേരിലാണ് ഞാൻ അങ്ങോട്ട് ആക്രമിച്ചത്. എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടടാ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപദ്രവിച്ചത്. ഞാൻ അവനെ വെറുതെ ഇടാൻ പറ്റും? അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ. ഈ ചിന്താഗതി ഉള്ളവൻ നന്നാവൂല. ഏത് ചിന്താഗതി? ആളുകൾ എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്താലേ ഞാൻ ആളുകൾക്ക് തിരിച്ചു ചെയ്യൂ, അയാൾ എനിക്ക് എന്തെങ്കിലും ചെയ്താലേ ഞാൻ ചെയ്യുള്ളൂ. ആ വാശി കൊള്ളൂല. എന്നെ വിഷമിപ്പിച്ചത് അവനും അനുഭവിക്കട്ടെ, ഞാൻ അതുകൊണ്ട് അവനെ വിഷമിപ്പിച്ചു. ഈ ചിന്താഗതി കൊള്ളൂല. അങ്ങനെയുള്ളവര് നന്നാവൂലാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവര് ആഖിറത്തിലേക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? വലാകിൻ വത്തിനൂ അൻഫുസകും. ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇപ്പോൾ തന്നെ പാകപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻ അഹ്സനൻ നാസ് അൻ തുഹ്സിനു വഇൻ അസാഉ ഫലാ തളിമു. ഇങ്ങോട്ട് നന്മ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യും. ഇങ്ങോട്ട് എന്നെ ഉപദ്രവിച്ചാലും ഉപദ്രവിച്ചില്ലെങ്കിലും ഞാൻ ഉപദ്രവിക്കൂലാരെ. ഈ മനസ്സാണ് വേണ്ടത്. അപ്പൊ ഈ ചിന്താഗതി തന്റെ പരിസരത്തുള്ളവരെയും കൂടി കൂട്ടിപ്പിടിച്ച് എല്ലാവരും നന്നാക്കണം, എല്ലാവരും നന്നാവണം, ഞാനും നന്നാവണം, ഞാൻ നിലവിൽ നന്നായത് പോരാ, ഇനിയും നന്നാവണം. ഈ ചിന്താഗതിയിലേക്ക് പോകുന്നവന്റെ മനസ്സിൽ അല്ലാഹു ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ആളുകൾ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് ഖുർആൻ. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരുത്താനുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കിക്കോ.
ഹദീസുകൾ ഇങ്ങനെ കിടക്കാം. ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബി പ്രമുഖനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് 3 കാര്യങ്ങൾ. സ്വഹാബി പറയാ, എന്നോട് 3 കാര്യം റസൂലുള്ള വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. 3 കാര്യം. ആ വസിയ്യത്ത് നമുക്ക് ഏറ്റെടുക്കണം, നമ്മൾ നന്നാവും. 3 കാര്യങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്നോട് പറഞ്ഞു, മോനെ, നിന്നോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വസിയ്യത്ത് ഇതാ. നിന്നെ നയിക്കാൻ നിന്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ, അതെത്ര മോശക്കാരനാണെങ്കിലും അയാൾ പറയുന്നത് നീ അനുസരിക്കണം, അയാൾ പറയുന്നത് കേൾക്കണം. അതായത് നേതൃത്വത്തെ ഉൾക്കൊള്ളണം. ഉദാഹരണം, പള്ളി പ്രസിഡന്റ് ഒരു വലിയൊരു നേതൃത്വമാണ്. ഒരു മഹലിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കാദിയാണ് അദ്ദേഹം. കാദിയുടെ സ്ഥാനത്താണ് അദ്ദേഹം. കാദി ആയിക്കൊള്ളുന്നില്ല, കാദിയുടെ സ്ഥാനത്താണ് ഇന്ന് അങ്ങനെ അദ്ദേഹം അവരോധിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം വെള്ളിയാഴ്ച പറയുന്നത്, ഈ വെള്ളിയാഴ്ച എല്ലാവരും ആ കുടിശ്ശികയൊക്കെ തീർക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞോണ്ട് ഞാൻ കൊടുക്കണമെന്നില്ല, അവനിപ്പോ പള്ളിയായി, അങ്ങനെയായില്ലേ, പാടില്ല. നേതൃത്വത്തിൽ വരുന്നവർ ആരാണെങ്കിലും അയാളെ അംഗീകരിക്കണം, ബഹുമാനിക്കണം. അത് മൂക്ക് മുറിച്ച ഒരു അടിമയാണെങ്കിൽ പോലും, അതൊരു നീഗ്രോ ആണെങ്കിൽ പോലും അയാളെ നീ വർണ്ണം നോക്കണ്ട, അയാളുടെ വ്യക്തിത്വം നോക്കണ്ട, ആ വന്നിരിക്കുന്ന ആളുടെ സ്ഥാനം മാനിക്കണം. ഒന്നാമത്തെ ഉപദേശം അതാണ്, ഒന്നാമത്തെ വസിയത്ത് അതാണ്. സ്വഹാബി പറയുന്നു, എന്നോട് രണ്ടാമത് ചെയ്ത വസിയത്ത്, വൈദാ സ്വനഅത മറഖതൻ ഫഅക്സിർ മാഅഹാ സുമ്മ അൻദുർ ഇലാ അഹ്ലി ബൈത്തിൻ മിൻ ജിറാനിക ഫാസിബുഹും മിൻഹു ബിമഅറൂഫ്. നിന്റെ അയൽവാസികളെ നീ പരിഗണിക്കണം. എത്രത്തോളം? നിന്റെ വീട്ടിൽ കറി പാചകം ചെയ്യുമ്പോൾ ചാറ് കൂടുതൽ വെക്കണം. എന്നിട്ടോ നിന്റെ അയൽവക്കത്തുള്ളവന് മാന്യമായി അത് എത്തിച്ചു കൊടുക്കേണ്ടി വരുമെന്ന ഒരു ഉൾവിചാരത്തോടെ വേണം നിന്റെ വീട്ടിലെ പാചകങ്ങൾ പോലും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ എല്ലാ ദിവസവും കറി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാനല്ല പറഞ്ഞു. എങ്ങാനും വേണ്ടി വന്നാൽ അതുകൂടി നിന്റെ വീട്ടിൽ വേവിക്കപ്പെടുന്നോടത്തു കരുതി വെക്കണം നിന്റെ അയൽവാസിയോട്. രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമത്തെ വസിയത്ത്, എല്ലാ നിസ്കാരങ്ങളും അതിന്റെ അവ്വൽ വഖത്തിൽ സമയം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ 3 വസിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഓർമ്മ വേണം, അയൽവാസിയെ പരിഗണിക്കാൻ. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി, നമുക്ക് എന്തൊക്കെയോ എവിടേക്കോ പാകപ്പിഴവുകളൊക്കെ പറ്റി ജീവിച്ച നമുക്ക് 3 കാര്യങ്ങളെ കുറിച്ച് ഒരു ഭയം വേണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബികളിലൂടെ പഠിപ്പിച്ചത് മഹാന്മാർ നമുക്ക് ഉദ്ധരിച്ചു തരാം. ഇമാം ബൈഹഖിയുടെ ശുഅബിൽ കാണാം ഹദീസ്. മഹാനായ അബൂ ഉസ്മാൻ തങ്ങള് വലിയ മഹാനായ മുഹമ്മദ് ബിൻ ഫദൽ തങ്ങളിലേക്ക് ഒരു കത്തെഴുതുകയാണ്. സ്വഹാബികളിൽ നിന്നും പഠിച്ചെടുത്ത കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് താബിഈങ്ങൾ ഏറ്റെടുത്തത് ഹദീസുകളിൽ കാണാം. മഹാന്മാരിൽ മഹാനായ മുഹമ്മദ് ബിൻ ഫദൽ തങ്ങളിലേക്ക് മഹാനായ അബൂ ഉസ്മാൻ തങ്ങൾ ഒരു കത്തെഴുതാണ്. കത്തില് ഇത്രേ ഉള്ളൂ, വിശേഷമൊന്നും അല്ല ചോദിക്കുക. കത്തിലുള്ള ചോദ്യം ഇതാണ്, ഒരാള് പരാജയപ്പെടുന്നതിന്റെ അടയാളം എന്താ ഒന്ന് പറയുമോ? പരാജയപ്പെടുന്നതിന് അടയാളമുണ്ടോ? അടയാളം ഉണ്ടല്ലോ. പരാജയപ്പെടുന്നതിന്റെ അടയാളം 3 കാര്യമാണ്. കേട്ടോട്ടോ, ഇത് പണ്ഡിതന്മാർക്കും ബാധകമാണ്, പണ്ഡിതനല്ലാത്തവർക്കും ഒരുപോലെ ബാധകമാണ്. കേട്ടോ, 3 അടയാളങ്ങൾ, 3 കാര്യങ്ങൾ. അഹദുഹ, ഒന്നാമത്തേത്, അല്ലാഹു ഒരു മനുഷ്യന് ഇൽമ് നൽകി. ഇൽമുണ്ട്, നല്ല ഇൽമുണ്ട്. അല്ലാഹു ഒരു മനുഷ്യന് ഇൽമ് നൽകി, പക്ഷേ ആ ഇൽമു കൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അയാൾക്ക് നൽകിയില്ല. എന്നാൽ അയാൾ പരാജയത്തിലാണ്. അയാൾ പരാജയപ്പെടും, ഉറപ്പാണ്. ഇൽമു കൊടുത്തു, പക്ഷെ അയാൾക്ക് അമൽ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ല, അയാൾ അമൽ ചെയ്യണില്ല. ഇനി രണ്ടാമത്തെ അടയാളം കണ്ടോ, ഒരാൾക്ക് അമൽ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തു, വയഹ്റുമൽ ഇഖ്ലാസ്, ചെയ്യുന്ന അമലുകൾക്ക് ഇഖ്ലാസ് അല്ലാഹു കൊടുത്തില്ല. അങ്ങനെയുള്ളവരും പരാജയത്തിലേക്ക്.
മൂന്നാമതായി യർസുഖ സുഹബത്ത സ്വാലിഹീന, മൂന്നാമതൊരാൾക്ക് മഹാന്മാരുടെ കൂടെ നടക്കാനാ അള്ളാഹു ഭാഗ്യം കൊടുത്തത്. പക്ഷേ ആ മഹാനെ വന്ദിക്കാൻ അയാൾക്ക് അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവർ പരാജയത്തിലേക്കുള്ള അടയാളങ്ങളാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണ് മഹാന്മാരുടെ കൂടെ നടന്നിട്ടേ അവരെ വന്ദിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ വില അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരാള് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിത പരിസരങ്ങളുള്ളത്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിത പരിസരങ്ങൾ അങ്ങനെയൊക്കെ. എന്തോരം ന്യായങ്ങളാ നമുക്ക് പറയാനുള്ളത്, നമുക്ക് എത്രയോ ന്യായങ്ങളാ പറയാനുള്ളത്. ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ന്യായങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഓർക്കുന്നത്? നമ്മുടെ ന്യായങ്ങൾ നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് ഓർക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നിന്ന് നിസ്കരിക്ക എന്നത് നിസ്കാരത്തിന്റെ ഫർളാണ്. ആരെ ബോധിപ്പിക്കാനാടോ? നിനക്ക് നിൽക്കാൻ കഴിയുന്ന അവസരങ്ങൾ പോലും നീ വടികുത്തിപ്പിടിച്ച് നിൽക്കണമെന്നാ. നിൽക്കാൻ കഴിയുന്നില്ല, വടികുത്തിപ്പിടിച്ച് നിൽക്കണം. എന്നിട്ട് പോലും നിസ്കാരത്തിൽ ഒരാള് നിസ്കാരം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. ഇത് എന്തെങ്കിലും ഒരു ചെറിയ കാരണമായിരിക്കും കസേരയിലേക്ക് കയറും. കസേരയെ മൊത്തത്തിൽ ആക്ഷേപിക്കല്ല, അകാരണമായി അതൊരു ട്രെൻഡായി ഏറ്റെടുത്ത ആളുകളുണ്ട്. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയല്ല, പലതും അങ്ങനെയാണ്. നമ്മുടെ ന്യായങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുന്നവർക്ക്, നമ്മുടെ ന്യായങ്ങൾ എന്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ പലിശക്ക് പൈസ കടം വാങ്ങിയത്, എന്റെ നിവൃത്തികേട് നമ്മുടെ ന്യായമാണ്. എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതിരുന്നത്, നമ്മുടെ ന്യായമാണ്, രക്ഷപ്പെടും. നമ്മുടെ ന്യായം രക്ഷപ്പെടും. എനിക്ക് വലിയ തിരക്കായിരുന്നു അതുകൊണ്ട് എന്റെ നിസ്കാരം കളേ, നമ്മുടെ ന്യായമാണ്. ഈ ന്യായം കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? കേട്ടോ അള്ളാഹുവിന്റെ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് സൂറത്ത് യൂസുഫിന്റെ 36-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഒരു സംഭവം പറയുന്നത് കാണാം. മഹാന്മാർ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ന്യായങ്ങൾ, നമുക്കൊരു 3-4 ന്യായങ്ങളാണ് ഏകദേശമൊക്കെ പറയാനുണ്ടാവും. അത് അള്ളാഹു പൊളിച്ചടക്കും. അള്ളാഹുവിന് കേൾക്കേണ്ടത് കണ്ടോ? നാളെ മഹ്ശറയിൽ ഒരു അടിമയെ കൊണ്ടുവരപ്പെടും. അടിമ എന്ന് പറഞ്ഞാൽ അടിമ തന്നെ കൊള്ളുന്നില്ല, ഏതെങ്കിലും ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരൻ, ഒരു കൂലി വേലക്കാരനെ കൊണ്ടുവരപ്പെടും. അയാള് നിസ്കാരമൊക്കെ ഖളാക്കിയിട്ടുണ്ടാവും, റബ്ബിനോടുള്ള ഹക്ക് വീട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അയാളോട് മലക്കുകൾ ചോദിക്കും, അല്ല മനുഷ്യ, നിനക്ക് എന്താണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ളത്? അപ്പോൾ അവൻ പറയും, റബ്ബിനോട് പറയും. റബ്ബ് മലക്കുകൾ മുഖേന അയാളോട് ചോദിക്കും. അയാളുടെ മറുപടി കേട്ടോ, ഇബ്തലൈതനി, അല്ലാഹുവേ നീ തന്നെയാണ് അതിന് കാരണം. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അടിമ പറയാണ്, അല്ലെങ്കിൽ തൊഴിലാളി പറയാണ്, എനിക്ക് ഇബാദത്തിന് തടസ്സം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന് കാരണം റബ്ബേ നീ തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? എന്നെ നിയന്ത്രിക്കാനും എനിക്ക് നിർദ്ദേശങ്ങൾ തരാനും എന്റെ മുകളിൽ എന്റെ യജമാനന്മാരായ പല മുതലാളിമാരെയും സ്ഥാപിച്ചത് നീയാണല്ലോ. ഞാൻ അടിമയാണ്, അവരെനിക്ക് ഒരുപാട് ജോലിയും പണിയും തന്നു, അതുകൊണ്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പൊ അവരെ എന്റെ മുകളിൽ എന്നെ നയിക്കുന്ന, എനിക്ക് നേതൃത്വം നൽകുന്ന, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ മുതലാളിമാരെ എന്റെ മുകളിൽ വെച്ചത് നീയാ. അതുകൊണ്ട് അവരെനിക്ക് ഒരുപാട് പണി തന്നു, ആ പണിയെടുത്തപ്പോ എന്റെ ഇബാദത്ത് മുടങ്ങി. അപ്പൊ നീ ഭയങ്കര അടിമയാണല്ലോ, നീ ഭയങ്കരൻ ജോലിക്കാരനാണല്ലോ. നിന്റെ മുകളിൽ വന്നിരിക്കുന്ന ആ യജമാനൻ എന്ന് പറയുന്നത് ലോകം ഭരിക്കുന്ന ആളൊന്നുമല്ലല്ലോ. ഈ മനുഷ്യൻ അല്ലാഹു മറുപടി കൊടുക്കുന്നത് അടിമയായി കൊട്ടാരത്തിൽ തടവ് പുള്ളിയായി മഹാനായ യൂസുഫ് നബി കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അടിമയായിരുന്നു, കൊട്ടാരത്തിലെ തടവ് പുള്ളിയുമായിട്ടുണ്ട്. ആ സമയത്തും യൂസുഫ് നബി ഒരൊറ്റ വഖത്ത് നിസ്കാരവും കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ശറഇൽ അല്ലാഹു നിർബന്ധമാക്കിയ ഒരു കാര്യവും മുടക്കിയിട്ടില്ല, ഇബാദത്ത് മുടങ്ങിയിട്ടില്ല.
യൂസഫ് നബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പടച്ചറബേ എനിക്ക് ജോലി ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയുന്ന, ഒരുപാട് മുതലാളിമാരുടെ കീഴിൽ പണിയെടുത്തവനായിരുന്നു എന്ന് പറയുന്ന ആ അടിമയുടെ മുന്നിൽ യൂസഫ് നബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കുമല്ലയോ സഹോദര, അല്ലയോ മനുഷ്യ, താങ്കളാണോ യൂസഫ് നബിയാണോ ഒരുപാട് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട അടിമ തൊഴിലാളി? ഓ, സംശയിക്കണം എന്താ? യൂസുഫ് നബിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കണേ. എന്നിട്ടും യൂസുഫ് നബി ഒരൊറ്റ ഇബാദത്തും കളഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ആൾ ഒരു പണക്കാരനാണ്. പണക്കാരനെ കൊണ്ടുവരും മഹ്ശറയില്. അയാളോട് ചോദിക്കുമ്പോ മനഴക്കാൻ തക്കൂന അബത്തനി, അല്ല പണക്കാരാ, നിനക്ക് എന്നെ ഇബാദത്ത് ചെയ്യാൻ എന്തായിരുന്നു പ്രശ്നം? നീ എന്തേ എനിക്ക് ഇബാദത്ത് ചെയ്യാതിരുന്നു? അയാള് പറയും, പടച്ചോനെ അതിന് കാരണം നീ തന്നെയാണ്. യാ റബ്ബി കസ്സർതലി മിനൽ മാലി, എനിക്ക് ഒരുപാട് പണം തന്നത് നീയല്ലേ. അപ്പൊ നീ കാരണാണ്. അങ്ങനെ വന്നപ്പോ എനിക്ക് പണം അങ്ങ് കൂടിയപ്പോ എന്റെ ഇബാദത്ത് എനിക്ക് സമയം കിട്ടാതെ വന്നു. കാരണം ഞാൻ തിരക്കായി പോയി, പണം അങ്ങോട്ട് കൂടിയിട്ട്. വലിയ പണക്കാരനായത് കൊണ്ട് എന്റെ ഇബാദത്ത് മുടങ്ങി, ഞാൻ പണം ശ്രദ്ധിക്കാനങ്ങ് പോയി. കാരണം പണം തന്നത് നീയാണ്. അപ്പോൾ അള്ളാഹു മറുപടിയായിട്ട് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തും. സുലൈമാൻ നബിനെ കാണിച്ചിട്ട് ചോദിക്കും, അല്ല നിന്നെക്കാളും വലിയ പണക്കാരൻ ഇദ്ദേഹല്ലേ? അതേലോ, എന്നെക്കാളും വലിയ പണക്കാരനാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാം. അത്രയും വലിയ പണക്കാരനും ഭരണാധികാരിയുമായിരുന്നിട്ടും ആ മഹാനുഭാവൻ എന്റെ ഇബാദത്ത് മുടക്കിയിട്ടില്ല മനുഷ്യ. ആ മനുഷ്യന് പിന്നെ റബ്ബിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല. മൂന്നാമത് അവിടെ കൊണ്ടുവരപ്പെടുന്നത്, വിചാരണ നേരത്ത് ഒരു രോഗിയെ കൊണ്ടുവരപ്പെടും. രോഗിയെ കൊണ്ടുവന്നിട്ട് രോഗിയോട് ചോദിക്കുമല്ല, നീ ചെയ്യേണ്ട ഇബാദത്തൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, അതിന് കാരണം നീ തന്നെയാണ്. എന്താ? നീയല്ല എനിക്ക് രോഗം തന്നത്. നീ എനിക്ക് രോഗം തന്നപ്പോ രോഗത്തിന്റെ പിന്നാലെ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് ഇബാദത്തൊക്കെ മുടങ്ങിയിട്ടുണ്ട്. സംഗതി ശരിയാ. അള്ളാഹു ആ സമയത്ത് മറുപടി കൊടുക്കാൻ വേണ്ടി മഹാനായ അയ്യൂബ് നബിയെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളുടെ രണ്ടുപേരിൽ ആർക്ക് ഏറ്റവും വലിയ രോഗം ഉണ്ടായിരുന്നു? അപ്പൊ ആ മനുഷ്യൻ പറയും, പടച്ചോനെ അയ്യൂബ് നബിക്കായിരുന്നു. അയ്യൂബ് നബിക്ക് രോഗമുണ്ടായിട്ടും മഹാനവറുകൾ ഒരൊറ്റ ഇബാദത്തും കളഞ്ഞിട്ടില്ല, ഒരു ഹറാമിലേക്കും പോയിട്ടില്ല. നിനക്ക് എന്താ പറയാനുള്ള? ഒന്നുമില്ല. ഇനി നാലാമത് ഒരാളെ കൊണ്ട്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഇനി എനിക്കൊരിക്കലും നന്നാവാൻ പറ്റൂല, എന്റെ മുന്നിൽ ഹിദായത്തിന്റെ വഴികളൊക്കെ അടഞ്ഞു എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കാണ് ഈ ഉപദേശം ഏറ്റവും കൂടുതൽ ഫലപ്പെടേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് ഇനി നന്നാവാൻ പറ്റൂല എന്ന് തീരുമാനിക്കാൻ വരട്ടെ. നന്നാവാം. അവസാനം കെലിമ ചൊല്ലി മരിക്കാൻ കഴിയും. പടച്ച റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എനിക്ക് ഇനി ഒരിക്കലും നന്നാവാൻ കഴിയൂല. നീയാണ് എനിക്ക് ഈ തെറ്റുകൾ കൂടുതൽ ചെയ്തുകൊണ്ട് നന്നാവാൻ പറ്റാത്ത അവസ്ഥ സംവിധാനിച്ചത് നീയാ. ഞാൻ അതുകൊണ്ട് ഒരുപാട് പ്രയാസത്തിലാണ്. അള്ളാഹു അതിന് മറുപടിയായിട്ട് ഫറോവയെ കൊണ്ടുവന്ന് നിർത്തും. ഫറോവയെ കൊണ്ടു നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും, അല്ല നീയാണോ ഇവനാണോ എനിക്ക് ഏറ്റവും കൂടുതൽ എതിര് കാണിച്ചത്? ഉറപ്പല്ലേ ഫറോവയാണ്. എത്ര ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ജീവനോടെ പിളർത്തിയിട്ടുണ്ട് ഫറോവ. അപ്പൊ ഈ ഫറോവ മരിക്കുന്നതിന് മുമ്പ് എന്റെ കാര്യത്തിൽ, എന്റെ കാരുണ്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നോട് നിരാശ വെച്ച് പുലർത്തിയത് ഒഴിവാക്കിയിട്ടുണ്ട്. എവിടെ? സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്തിൽ ഫറോവയുടെ അന്ത്യം പറയുന്നുണ്ട്. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഫറോവയുടെ അന്ത്യനിമിഷമാണ് ഖുർആൻ പറയുന്നത്. അയാൾ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് കണ്ടുപോകുമ്പോഴും അവസാനം അയാളൊന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ.
ഇസ്രായേലി സമൂഹം ഏതൊരു റബ്ബിനെയാണോ വിശ്വസിച്ചത്, ആ റബ്ബിനെ കൊള്ള ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ ഒന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാന നേരത്ത് ഇനിയെങ്കിലും ഞാൻ നന്നായാലോ എന്ന് ജീവിതം മുഴുവൻ തെറ്റ് ചെയ്തവർക്ക് മുന്നിൽ ഏറ്റവും വലിയ ഗോപുരമായി നിൽക്കുന്ന ഫറോവ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹു മറുപടി പറയാം. ആ മനുഷ്യന് ഇനി ഒന്നും പറയാനില്ല. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നന്നാവാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ നന്നാവാൻ അങ്ങോട്ട് ആഗ്രഹിക്കാം. ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടൂല എന്നുള്ള നിരാശ അങ്ങോട്ട് വെടിയ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ, രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ പാപങ്ങളും കാരുണ്യവാനായ തമ്പുരാൻ അവന്റെ മഹളായ ഫളല് കൊണ്ട് അവന്റെ കൃപ കൊണ്ട് നമുക്ക് മാപ്പ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ അറിവിലും അമലിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.